ബേസിലാണ് എൻ്റെ അക്കൗണ്ടിൽ 4160 KD ക്രെഡിറ്റ് ആയി. നാട്ടിലത്തെ 8,90,000 രൂപ. എൻ്റെ കയ്യിലും കുറച്ച് പൈസ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 9-9.25 ലക്ഷം രൂപ ടോട്ടൽ എൻ്റെ കയ്യിൽ അന്നേരം ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സിലെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ഥലം മേടിച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ 200 KD ശമ്പളം കിട്ടുന്നു, 78 KD വെച്ച് മാസം അടയ്ക്കണം. അപ്പൊ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ആ കിട്ടുന്ന 120 KD ഉള്ളൂ. ഞാനിപ്പോ ഈ പൈസ മൊത്തം മുടക്കിയിട്ട് സ്ഥലം മേടിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഞാൻ എന്ന് വീട് പണിയും? കാരണം ഈ 120 KD കൊണ്ട് എനിക്ക് വീട് പണിയാൻ പറ്റില്ല. അപ്പൊ സ്ഥലം മേടിക്കൽ അവിടെ ക്യാൻസലായി. സ്ഥലവും വീടും ഉള്ളത് ഈ പൈസക്ക് കിട്ടുമോ? കിട്ടില്ല. അപ്പോ പപ്പയുടെ ഒരു ഭാഗത്തിൽ പട്ടയം കിട്ടാത്ത ഒരു 50 സെന്റിന്റെ അടുത്ത് സ്ഥലം കിടക്കുന്നുണ്ട്. അതിലെങ്കിൽ കൊണ്ടുപോയി ഒരു വീട് പണിയാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കണക്കൂട്ടിയപ്പോ അവിടെ ഒരു വീട് പണിതാലും എനിക്കൊരു ബൈക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ പോലും അതിന് സ്ഥലത്തിന്റെ ആധാരമുള്ള സ്ഥലത്തിന്റെ കരമടച്ച പേപ്പർ, കാർ എടുക്കാൻ പോയപ്പോ കരമടച്ച പേപ്പർ, നമ്മുടെ ചെക്ക് ബുക്ക് കൊടുക്കുന്നതിന്റെ ഒപ്പം എല്ലാത്തിനും നമുക്ക് നമ്മുടെ പേരിൽ ആധാരമുള്ള ഭൂമിയുടെ എന്തെങ്കിലും കൊടുക്കണം കൂട്ടുകാരെ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ പട്ടയമില്ലാത്ത സ്ഥലത്ത് വീട് പണിത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ സ്ഥലത്തിന്റെ ആധാരമോ ഒന്നും എവിടെയും കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. ഞാൻ അതിൽ പൈസ മുടക്കി വീടും പണിത് നാളെ ഗവൺമെന്റ് അത് പട്ടയം തന്നില്ല, ഗവൺമെന്റ് ഭൂമിയാന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണിതതും പോയി, എല്ലതും പോയി. കാരണം കൂട്ടുകാരെ, ഇത് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാനിങ് എനിക്ക് കറക്റ്റ് അല്ല. കാരണം ഇതിങ്ങനെ ലോൺ കിട്ടുമെന്ന് തന്നെയുള്ള ഒരു പ്രതീക്ഷയില്ല. പെട്ടെന്ന് ഒരു മാസം കൊണ്ട് നമ്മൾ ട്രൈ ചെയ്തു, നമ്മൾ മുട്ടുവിൽ തുറക്കപ്പെടും എന്ന് പറയുന്ന പോലെ നമ്മൾ ട്രൈ ചെയ്തു. 1 മാസം 1.5 മാസം കൊണ്ട് ട്രൈ ചെയ്തു. എന്റെ ആദ്യം ബുർഗാൻ ബാങ്കിലായിരുന്നു അക്കൗണ്ട്. അവിടുന്ന് ക്ലിയറൻസ് മേടിച്ച് അത് നേരത്തെ KFH കൊണ്ടുവന്ന് കൊടുത്ത് KFH അക്കൗണ്ട് തുടങ്ങി. ഫസ്റ്റ് സാലറി വന്ന് നമ്മൾ ട്രൈ ആണ് ഇത് മൊത്തം. സാലറി കയറിയിട്ട് ഇത് അക്കൗണ്ട് പൈസ കിട്ടുമോ. കാരണം എന്റെ മൈൻഡിൽ മൊത്തം ഇരിക്കുന്നത് ഞാൻ കമ്പനിയിൽ പുതിയതാ, എനിക്കിത് കിട്ടുമൊന്നുമില്ല എന്നുള്ളൊരു ചിന്തയാണ്. അപ്പൊ പെട്ടെന്ന് പൈസ കിട്ടിയപ്പോ നമുക്ക് അപ്പടി ഒരു മൈൻഡ് മൊത്തം ബ്ലാങ്ക് ആയി. അന്നേരം മരിയ എന്നോട് പറയാണ്, ചേട്ടായി ഒന്നും ചിന്തിക്കണ്ട. അപ്പൊ എന്റെ ഐഡിയ മൊത്തം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ചേട്ടായി ഒന്നും ചിന്തിക്കണ്ട, ചേട്ടായി അതിന് നല്ലൊരു സ്ഥലം മേടിച്ചിടുക. അവൾ എന്നിട്ട് എന്നോട് പറഞ്ഞത്, ചേട്ടായി ചാച്ചയുടെ അടുത്ത് ഈ ചേട്ടൻ നാട്ടിൽ വരുമ്പോഴാണെങ്കിലും ചാച്ചേനെ ഒന്ന് പോയി കാണാൻ നേരത്ത് ചേട്ടായിയുടെ പേരിൽ ഒരു സ്ഥലമെങ്കിലും ഉണ്ടെന്ന് ചാച്ചയുടെ അടുത്ത് പറയാലോ ചേട്ടായിന്ന്. എൻ്റെ ലൈഫിൽ മരിയ വന്നതിന് ശേഷം എൻ്റെ കാഴ്ചപ്പാടുകൾ മൊത്തത്തിൽ മാറി. എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂട്ടുക കേട്ടോ. അപ്പൊ അടുത്തേൽ കാണാം.